ആദ്യം തന്നെ ഭദ്രദീപം കൊളുത്തിയാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് ആരംഭിക്കുന്നത്. അതിനുവേണ്ടി വേദിയിലേക്ക്
ഡയറക്ടർ മാർത്താണ്ഡൻ, മലയാള സിനിമ സ്നേഹത്തോടെ ജോർജ് ഏട്ടൻ എന്ന് വിളിക്കുന്ന പ്രൊഡ്യൂസർ ജോർജ്, സംവിധായകൻ അരുൺ ഗോപി, ആക്ടർ കൈലാഷ്, പ്രൊഡക്ഷൻ കൺട്രോളർ നോബൽ ജേക്കബ്, ആക്ടർ പ്രശാന്ത്, ആർട്ടിസ്റ്റ് ഡോക്ടർ റോണി ആൻഡ് അവർ ഡിയർ മക്ബൂൽ സൽമാൻ. എല്ലാവരെയും സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോർ ദ ലൈറ്റിംഗ് ഓഫ് ലാമ്പ്. ഫോട്ടോഗ്രാഫേഴ്സ് ഒന്ന് സൈഡ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആളുകൾക്ക് കൂടി കാണാമായിരുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി ഫ്രണ്ടിൽ നിൽക്കുന്നത് നമ്മളിപ്പോൾ നല്ല കാര്യം ഡാഗ്രേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഒരു വർഷം കൂടെ മറന്നുപോയോ നമ്മുടെ ശീലങ്ങളൊക്കെ ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കാം. ചിത്രം മലയാളികൾക്ക് സമ്മാനിച്ച റോയൽ സിനിമാസ് ഇത്തവണ 2 ചിത്രങ്ങളാണ് ഒരുമിച്ച് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ റോയൽ സിനിമാസിനെ സാധ്യമാക്കിയ അതിൻ്റെ 3 പ്രൊഡ്യൂസേഴ്സ്, അവരെയാണ് നമുക്ക് സ്നേഹാദരങ്ങളോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത്. CH മുഹമ്മദ് വടകര, നൂറാബത്ത് റാവു എന്ന ചിത്രത്തിന് കഥ എഴുതി ഭരതൻ സാറിന്റെ മെഹൽ എന്ന ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ച് അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് മിസ്റ്റർ സൽമാൻ പെർഫ്യൂംസ് ആണ്. 25 വർഷമായി GCCയിലും ഇന്ത്യയിലും പെർഫ്യൂം ട്രേഡിങ്ങിലെ ഒരു അതികായനാണ് അദ്ദേഹം. ഇവിടൊക്കെ വന്നപ്പോൾ ആ സൽമാൻ പെർഫ്യൂംസ് എന്നുള്ള ഹോർഡിംഗ് കണ്ടുകൊണ്ടാണ് വന്നത്. അപ്പോൾ അദ്ദേഹമാണ് മലയാള സിനിമയിൽ നല്ല നല്ല ചിത്രങ്ങൾ തന്ന് സുഗന്ധം പരത്താൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഷെരീഫ് മുണ്ടോൾ, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ഈ ഒരു ടീം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഷെരീഫ് മുണ്ടോൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അതുപോലെ തന്നെ ട്രേഡിംഗ്, സ്ട്രീം ലൈൻ കൺസ്ട്രക്ഷൻ, ഹോട്ടൽ ഫീൽഡ്, ഇങ്ങനെ GCCയിലും യൂറോപ്പിലുമായിട്ട് വലിയൊരു ബിസിനസ് സാമ്രാജ്യമുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. സോ അദ്ദേഹത്തിനെ കൂടി പ്രതിനിധാനം ചെയ്ത് ഈ 2 പേരാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഇതിലേക്ക് ഒരു വിശിഷ്ട അതിഥിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ടു ലോഞ്ച് ദ ഫസ്റ്റ് പ്രോജക്ട്, നേരത്തെ പറഞ്ഞതുപോലെ 2 പ്രോജക്ട്സ് ആണ് നമ്മൾ ഇന്നിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത് റോയൽ സിനിമാസിന്റെ ബാനറിൽ. സോ ടു അനൗൺസ് ദ ഫസ്റ്റ് പ്രോജക്ട്, ലെറ്റ് മീ ഇൻവൈറ്റ് CBK തോമസ്, സ്ക്രിപ്റ്റ് റൈറ്റർ. സോ പ്ലീസ്. So, നമ്മുടെ first project, so please announce. Royal Cinemas new movie, first project written and directed by Shyama Prasad. എല്ലാവിധ ഈ 2 പ്രൊജക്റ്റുകൾക്കും എല്ലാവിധ ഭാവവും നൽകുകയാണ്. Thank you so much. Excited അല്ലേ? ശ്യാമ പ്രസാദ് സാറിന്റെ ഒരു മൂവിയാണ് ഫസ്റ്റ് തന്നെ റോയൽ സിനിമാസ് നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കൈഡി ആവാൻ തോന്നുന്നു. സുഹൃത്തുക്കളെ, ജോഷ് സാർ, ബഹുമാനരായിട്ടുള്ള മറ്റ് ചലച്ചിത്ര പ്രവർത്തകരെ എത്തിയിരിക്കുന്ന
മുഹമ്മദിനെ ഞാൻ പരിചയപ്പെടുന്ന കഴിഞ്ഞ വർഷം അത്ഭുതകരമായിട്ടുള്ള പെർസിവിയറൻസ് എന്ന ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ട് അത് ചെയ്യിച്ചെടുക്കാനുള്ള ആ ഒരു ക്വാളിറ്റി സിനിമാ പ്രവർത്തകർ അധികം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അവരെല്ലാം ആ കലാതരം ട്രെൻഡുകൾക്കനുസരിച്ചിട്ട് നിലവിലുള്ള വിജയ മന്ത്രങ്ങൾക്കനുസരിച്ച് പോകുന്ന ആളുകളാണ്. പക്ഷെ ഇത്രയും 1-2 വർഷത്തോളം ഒരു പ്രത്യേക പ്രോജക്റ്റിൻ്റെ പേരിൽ, അതും വളരെയൊന്നും ഞാൻ ക്ലാരിറ്റി കൊടുത്തിട്ടില്ലാത്തൊരു പ്രോജക്റ്റിൻ്റെ പേരിൽ അദ്ദേഹം കമ്മിറ്റഡായി നിൽക്കുകയും അതിനെ സാക്ഷാത്കരിക്കുകയും ചെയ്തു. മുഹമ്മദിൻ്റെ ഒപ്പം ഈ വരാനിരിക്കുന്ന ഈ ഒരു ചിത്രത്തിന് വേണ്ടി എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള മറ്റ് സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. നല്ലവരായ കുറേ വടകരക്കാരെ ഇതിലെടുത്ത് പരിചയപ്പെട്ടു. വടകരക്കാർക്ക് മുഹമ്മദിൻ്റെയും വടകരക്കാരുടെയൊക്കെ സുഹൃത്തുക്കളാണ് ഇവിടെ നിൽക്കുന്നത്. എനിക്കറിയാം, സിനിമക്കാരെക്കാൾ കൂടുതൽ, വിച്ച് ഇസ് എ ഗുഡ് തിങ്. അപ്പോൾ 2 സിനിമകളാണ് മുഹമ്മദും സംഘവും റോയൽ സിനിമാസിൻ്റെ ബാനറിൽ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. 2 വ്യത്യസ്തതയുള്ള സിനിമകളാണെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് പ്രധാനവും. കാരണം ഇന്ന് നമ്മളുടെ ചലച്ചിത്ര വ്യവസായം, ചലച്ചിത്ര മാർക്കറ്റ് ഇത്രമാത്രം വളരെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ 5 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള നമ്മളുടെ ഒരു വിപണന പ്രദർശന സംവിധാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മറ്റു പല മേഖലകളിലേക്കും മലയാള സിനിമയെ അന്താരാഷ്ട്ര തലത്തിൽ പ്രദർശനത്തിന് സജ്ജമാക്കാവുന്ന പല സാങ്കേതിക സാധ്യതകളും വിപണന സാധ്യതകളും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് വ്യത്യസ്തങ്ങളായ 2 വർക്കുകൾ ചെയ്യാൻ. So once again, congratulations to the team. And moving on, നമ്മുടെ producers ഇവിടെ തന്നെ ഉണ്ട്. And let me invite director Mark Tandon to the stage to announce the next project. നമസ്കാരം. അജയുടെ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ പൂജ കഴിഞ്ഞ ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരനും എൻ്റെ അനിയനുമായ എൻ്റെ ചങ്കുവായ ശ്രീ അജയ് വാസുദേവാണ് ഇവരുടെ റോയൽ സിനിമാസിൻ്റെ 2ാമത്തെ പ്രോജക്റ്റ് ചെയ്യുന്നത്. മലയാള സിനിമയുടെ മാസ്റ്റർ ബാപ്പ് എന്ന് വിളിക്കാവുന്ന ശ്രീ അജയ് വാസുദേവാണ് ചെയ്തത്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ബിപിൻ മോഹനും അനീഷ് അമീറുമാണ്. എല്ലാവർക്കും എൻ്റെ ഒപ്പം പങ്കെടുക്കുകയും അതിൻ്റെ പാർട്ണറായ സൽമാനും എൻ്റെ ഹൃദയം നിറഞ്ഞ അബ്ദുൽ, അതുപോലെ ശ്യാം പ്രസാദ് സാറിന് ഈ 2 സിനിമയും വലിയ വിജയമാകട്ടെ. ഒരു സിനിമ എനിക്കൂടെ തരട്ടെ. അജയ് വാസുദേവൻ മാസ്റ്ററിന്റെ പുതിയ രസക്കൂട്ട് മലയാളി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയ സംവിധായകൻ, അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അജയ് വാസുദേവൻ. മലയാളികൾ വിളിക്കുന്ന പേരാണ് അജയ് വാസുദേവൻ. അതെ, മാസ് സിനിമകളുടെ മാസ്റ്റർ പീസ് സംവിധാനം ചെയ്ത എല്ലാ ചിത്രങ്ങളും സൂപ്പർ ഹിറ്റ് ആക്കിയ സംവിധായകൻ. അജയ്ക്ക് പറയാനുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് പറയുന്നത്, അല്ലേ? ഓക്കെ, ചിത്രത്തിന്റെ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഒക്കെ ചെയ്തിരിക്കുന്ന അനീഷ് ഹമീദ് ആൻഡ് ബിപിൻ മോഹൻ ഇവരെയാണ് നിങ്ങൾക്ക് വേദിയിലേക്ക് ക്ഷണിക്കേണ്ടത്. ഞങ്ങളുടെ സംവിധായകൻ സംസാരിക്കില്ല, അതുകൊണ്ട് ഞങ്ങളുടെ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ തന്നെ സംസാരിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഈ ഫംഗ്ഷനിലേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഒരുപാട് സംസാരിച്ച് പഠിച്ചില്ല, സാധാരണ രീതിയിൽ സംസാരിച്ചു കൊടുക്കും. കഴിഞ്ഞ ജനുവരി ഈ സമയത്താണ് ഞങ്ങളുടെ സിനിമ ഷൈലോക്ക് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിയത്. ഈ ജനുവരിയിൽ 1 വർഷത്തിന് ശേഷം അടുത്ത സിനിമയുടെ ഒരു പരിപാടിയായിട്ട് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ
ഞങ്ങൾ ശരിക്കും ഷൈലോക്ക് കഴിഞ്ഞിട്ട് ചെയ്യാൻ കമ്മിറ്റായ സിനിമ ഇതായിരുന്നില്ല. അപ്പോഴാണ് എല്ലാവർക്കും കൂടി പണി കിട്ടിയിട്ട് കൊറോണ വന്നത്. അപ്പോൾ ആ കമ്മിറ്റായ 2 സിനിമകളും പിന്നീട് ചെയ്യാം എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചതിന് ശേഷം നിൽക്കുന്ന സമയത്താണ് അജയനായിട്ടുള്ളൊരു സിനിമയും കൂടി എന്നുള്ള രീതിയിൽ റോയൽ സിനിമാസ് മുഹമ്മദ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം സംസാരിച്ചതും ഞങ്ങൾ ഇപ്പോൾ ഈ പരിപാടിയിൽ നിൽക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഷൈലോക്കിനെ ഉണ്ടായ സപ്പോർട്ട് പോലെ തന്നെ ഞങ്ങൾക്ക് ഈ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഞങ്ങളുടെ 2 പേരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അത് അജയനും അത് ഫുൾഫിൽ ചെയ്യുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പിന്നെ കൂടുതൽ ഇപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു ആരാണ് കാസ്റ്റിങ് കാര്യങ്ങളൊക്കെ, ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിപ്പോൾ എന്തായാലും പറയാൻ പറ്റില്ല, അത് വേറൊരു അവസരത്തിൽ പറയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒറ്റ കാര്യം ചോദിക്കാനുണ്ട്, ഇതും മാസാണോ? മുഹമ്മദ് ഞങ്ങൾ ഫസ്റ്റ് കാണാൻ വിളിച്ചപ്പോൾ ഷൈലോക്ക് കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അജയായിട്ട് മുമ്പ് ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട്. അജയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഷൈലോക്ക് കണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയ പോലെ നമുക്ക് എങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അജയായിട്ടപ്പോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മാസ സിനിമ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. പിന്നെ ഈ കൊറോണയുടെ ഒരു പേടിപ്പിക്കൽ കഴിഞ്ഞിട്ട് വീണ്ടും തിയേറ്റേഴ്സ് ഓപ്പൺ ആയി എല്ലാവരും ഒന്ന് ഹാപ്പി ആയി നിൽക്കുമ്പോൾ തീർച്ചയായും ഷൈലോക്കിനേക്കാൾ വലിയൊരു സിനിമ ചെയ്യാനാണ് ഞാൻ ആഗ്രഹം. പിന്നെ നമ്മളുടെ സൽമാൻ ഭായ് ഈ നമ്മളുടെ മമ്മൂക്കാടെ വലിയ ഫാനാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജയുടെ 10 സ്കോർപ്പിയോ ചോദിച്ചാൽ 50 സ്കോർപ്പിയോ തരുന്ന പറയുന്നത്. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. വന്നിട്ട് ഇവിടെ ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ എത്തിയ ജോഷി സാറിനോടും ശാന്ത സാറിനോടും എല്ലാവരും നന്ദി അറിയിക്കുന്നു. എല്ലാവരും സ്നേഹം മാത്രം. നമസ്കാരം. ഗുരുതുരായ ജോഷി സാറിനൊപ്പം ശ്യാമപ്രസാദിനൊപ്പം ഈ വേദിയിൽ നിൽക്കാൻ പറ്റിയത് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. സത്യം പറഞ്ഞാൽ സിനിമ മോഹിച്ച കാലത്ത് സിനിമയിൽ സംവിധായകനാകണമെന്ന് ആഗ്രഹിക്കാൻ കാരണം ജോഷി സാറാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ സാറിൻ്റെ സിനിമകളാണ് എനിക്ക് വളരെയധികം പ്രചോദനമായിട്ടുള്ളത്. അന്ന് കാലത്ത് സാറിൻ്റെ പടങ്ങളിൽ എത്ര ഇടിയുണ്ടാകും എന്ന് അന്വേഷിച്ചിട്ടാണ് ആ സിനിമകളൊക്കെ കാണാൻ പോയത്. ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് പ്രസിദ്ധിച്ചിട്ടുണ്ട്. സാറിന് അത് വളരെ നന്ദി പറയുന്നു. അതിന് വളരെ സന്തോഷവും ഭാഗ്യമായിട്ട് കരുതുന്നു. അജയ് വാസുദേവിൻ്റെ ഷാഫി സാറിൻ്റെ ശിഷ്യന്മാരായിട്ട് ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അജയുടെ ഈ പറയുന്ന പ്രോഗ്രാമുകളും എനിക്ക് വരാൻ പറ്റി വളരെ സന്തോഷം. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ പറയാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷൻ അല്ല. കാര്യം സിനിമ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അല്ലെങ്കിൽ അത് വിശ്വസിക്കാവുന്നതാണ്. തീർച്ചയായും ആസിഫ് അലിയുടെ ഇപ്പോഴത്തെ സമയത്തനുസരിച്ചിട്ട് പ്രതീക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ ആ സിനിമയിലുണ്ടാവും. കാരണം നിഷാദ് ടീച്ചർ ആദ്യം കാണുന്ന സമയത്ത് ഈ സിനിമയുമായിട്ട് ആദ്യം കാണുന്ന സമയത്ത് ഏത് ജോണറുള്ള സിനിമയാണെന്ന് നിഷാദ് എൻ്റെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ കഥ മുഴുവൻ സ്ത്രീകളെ മുഴുവൻ ഞാൻ പറയാം. അപ്പോൾ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അത് ഏത് ജോണറുള്ള പടമാണെന്നുള്ളത്. കാരണം ഞങ്ങൾ ഇപ്പോഴും അത് ഏത് ജോണറുള്ള സിനിമയാണെന്ന് ഞങ്ങൾ തന്നെ വിശ്വസിക്കുകയാണ്. കാരണം വേറൊന്നുമല്ല, അതിൽ വളരെ നല്ല പ്രണയമുണ്ട്, വളരെ നല്ല അച്ഛൻ മകൻ, അമ്മ മകൻ, ഇമോഷനുണ്ട്, ചെറിയ രീതിയിലുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള ഐറ്റമുണ്ട്, കുറച്ച് സൈക്കോളജിക്കലി ചിന്തിക്കാനുള്ള സിനിമയുണ്ട്. അപ്പോൾ അത് ഏത് ജോണറിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസാനം എത്തിയത് ഒരു അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്. ഒരു ചെറിയ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ്. അതിൽ കൂടുതൽ എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീനിൽ കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഏതായാലും അജയൻ എടുത്ത തീരുമാനം നല്ലതാണ്, സംസാരിക്കാതിരുന്നത്. പക്ഷെ എന്നെ പെടുത്തി കളഞ്ഞി. ഓക്കെ, ശ്യാമപ്രസാദ് സിനിമയ്ക്കും അജയ് വാസൻ സിനിമയ്ക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാകുന്നതാണ്. നന്ദി, നമസ്കാരം. Thank you so much and congratulations once again. ലോയൽ സിനിമാസ് ഒരു പുതുമുഖേനം നടത്തുന്നത് പ്രൊഡ്യൂസേഴ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ മുരളി ഇടത്തോടി.
ഔദ്യോഗികമായ നമ്മുടെ പരിപാടികളൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരുപാട് വിശിഷ്ട അതിഥികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ ആർക്കെങ്കിലുമൊക്കെ ചിത്രത്തിലും നമ്മുടെ അണിയറ പ്രവർത്തകർക്കും ആശംസകൾ അർപ്പിക്കണം എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ്. നമ്മൾ ഓരോരുത്തരായിട്ട് പേരെടുത്ത് ക്ഷണിക്കണോ അതോ നിങ്ങളായിട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വരുന്നോ? ഹൃദയപൂർവ്വം വേദിയിലേക്ക് വരുന്നവർക്ക് അങ്ങനെ, അല്ലാത്തവരെ നമ്മൾ എന്തായാലും പേരെടുത്ത് ഇൻവൈറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കും. ഇരിക്കുന്ന ജോർജ് സാർ, ശ്യാംപ്രസാദ് സാർ, പ്രിയപ്പെട്ട എൻ്റെ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, അജയേട്ടനും ബിബിനും അനീഷും ഒരുമിച്ച് സിനിമ ചെയ്യുന്നതിൽ അവരെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. അത് അവർക്കറിയാം. അത് കഴിഞ്ഞ പടത്തിൽ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടല്ല, അല്ലാതെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാനൊരു 4-5 മാസം മുമ്പ് അജയേട്ടനെ വിളിച്ചപ്പോൾ അജയേട്ടൻ തിരക്കിലായിരുന്നു. വേറെ ഒന്നുമല്ല, പുള്ളിയുടെ ഇവിടെ കണ്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ എഡിറ്റിങ്ങിലായിരുന്നു. സിനിമയ്ക്ക് പോലും അത്രയും നേരം എഡിറ്റ് ചെയ്യില്ല ചേട്ടൻ തന്നെയാണ്. അല്ല, ഞാൻ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, അതിൻ്റെ ട്രയൽ അല്ലാതെ, അതായത് ഇപ്പോൾ ഒരു പേര് അനൗൺസ്മെന്റിന് ഇതാണ് മാസെങ്കിൽ സിനിമ എന്തായിരിക്കും, അത് ഗംഭീരമാകട്ടെ. അത് മാത്രമല്ല, ഇവിടെ കാണിച്ച എല്ലാ സിനിമകളും ശ്യാംപ്രസാദ് സാറിന്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. ഒരേ കടലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. അപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് രഞ്ജിത്ത് ഫിലിം എന്ന് പറഞ്ഞ ആ സിനിമയെല്ലാം ഗംഭീരമാവട്ടെ. അതേപോലെ തന്നെ മലയാള സിനിമ വീണ്ടും സജീവമാവട്ടെ. ഈ കാണുന്ന ജനങ്ങൾ, ഇത് ശരിക്കും പറഞ്ഞ ഒരു തിയേറ്ററിൽ ആദ്യത്തെ ദിവസത്തെ ഒരു തിരക്കാണ് അനുഭവപ്പെട്ടത്. അതേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഈ സിനിമയിൽ ചടങ്ങിൽ സ്റ്റേജിൽ കയറി നിൽക്കാൻ കഴിഞ്ഞാൽ വളരെ ആദ്യമായിട്ട് കരുതുന്നു. ഇതിലെനിക്ക് വളരെ പേഴ്സണലായിട്ട് ഒരു പേഴ്സണൽ സിനിമ എന്ന് പറയുന്നത് അനീഷും ബിബിനും അജയ് വാസുദേവും ഒന്നിക്കുന്ന സിനിമയാണ്. അനീഷും ബിബിനും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളും. അജയ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനുമാണ്. അവരുടെ ആദ്യത്തെ സിനിമയിൽ എനിക്ക് ഭാഗമാകാൻ കഴിഞ്ഞു. അതുപോലെ നടന്മാരെ വളരെയധികം നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന, കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ എങ്ങനെയാണ് അവരെ പെർഫോം ചെയ്യിപ്പിക്കേണ്ടത് എന്ന് വളരെ നന്നായി അറിയാവുന്ന ഒരു കഥ പറച്ചിലുകാരനാണ് ശ്യാമപ്രസാദ് സാർ. അപ്പോൾ ജനങ്ങളെ ആവേശത്തിനാഴ്ത്തുകയും കൈയടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അജയ് വാസുദേവ് ചിത്രവും ജനങ്ങളെ ചിന്തകളിലേക്ക് കൊണ്ടുപോയി അവരുടെ ഉള്ളിലുള്ള വികാരങ്ങളെ തട്ടിയുണർത്തുന്ന മറ്റൊരു തരം സിനിമയുമായി നിശാന്ത് സാറും, ഇങ്ങനെ 2 സിനിമകളും നിശാന്ത് സാറും എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ സിനിമ, ഇങ്ങനെ 3 സിനിമകളാണ് ഈ പ്രൊഡക്ഷൻ ഹൗസ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഈ പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. കലാമൂല്യവും ജനപിന്തുണയും എല്ലാം ഒത്തിണങ്ങുന്ന സിനിമകൾ ആണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ സിനിമാ പ്രേമികൾ ഇടയാക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ 7-8 മാസം വീട്ടിലിരുത്തിയ കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം തിയേറ്ററുകൾ തുറന്ന് വാക്സിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ വീണ്ടും ഒരു സോഷ്യൽ ജീവിതം ആരംഭിക്കുമ്പോൾ ഈ സിനിമകൾ മാത്രമല്ല എല്ലാ സിനിമകളെയും പ്രോത്സാഹിപ്പിക്കാൻ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രൊഡക്ഷൻ ഹൗസിനും ഇവർ അനൗൺസ് ചെയ്ത എല്ലാ ഈ സിനിമകൾക്കും ആത്മാർത്ഥമായി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ഇരിക്കണം. അവർ പ്രത്യേകിച്ച് കേരളത്തൊന്നും പറയുന്നില്ല. ശ്യാം സാറായാലും അജയ് ആണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങൾ ശ്യാം സാറിൻ്റെ ഒരേ കടൽ എന്ന് പറയുന്ന സിനിമ ഞാൻ വർക്ക് ചെയ്തതാണ്. അതിനുശേഷം ഇതുവരെ ശ്യാം സാറിനോട് വർക്ക് ചെയ്തില്ല. പക്ഷെ ഞങ്ങൾ ഒത്തിരി സിനിമകൾ സഹകരിച്ചിട്ടുണ്ട്. സാർ അഭിനയിച്ചു നമ്മൾ പല പടങ്ങളിലും.
അജയ് ഞാനും കൂടിയൊക്കെ വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ്. പക്ഷെ അവരുടെ പടത്തിൽ ഇതുവരെ എന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ ബിബിൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മുഹമ്മദ് ഖാൻ എനിക്ക് മാസ്റ്റർ പീസിൻ്റെ സമയം മുതൽ അറിയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സംരംഭത്തിന് ഈ തുടക്കത്തിൽ എല്ലാവരുടെ ആശംസകൾ. വളരെ അപ്രതീക്ഷിതമായി വിളിച്ചതാണ്. വളരെ സന്തോഷം. അജയേട്ടൻ്റെ കൂടെ ഞാൻ 2 സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. മാസ്റ്റർ പീസും ഷൈലോക്കും രണ്ടും വിജയമായിരുന്നു. അപ്പോൾ അതിലൂടെ സന്തോഷം. ഈ സിനിമയും അതുപോലെ തന്നെ ഈ എല്ലാ സിനിമകളും അതൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാനും ഈ സിനിമ. എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും. ഒന്നിൽ തൊട്ട 3 എന്ന് പറഞ്ഞതുപോലെ ഇന്ന് 3 പ്രൊജക്റ്റുകളുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടായത്. അല്ലെങ്കിൽ അനൗൺസ്മെൻ്റാണ് ഇവിടെ ഉണ്ടായത്. അതിൽ വളരെയധികം സന്തോഷം. സീനിയർ ഡയറക്ടർമാരായ ജോഷി സാറും അതേമാതിരി ശ്യാമപ്രസാദ് സാറും മാർത്താണ്ഡൻ തുടങ്ങിയ നിരവധി ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇത് ഇവിടെ ലോഞ്ച് ചെയ്തത്. അതിലുപരി മുഹമ്മദ് എന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തിന് ഇതിനു മുമ്പ് ചെയ്ത സിനിമ വിജയമായിരുന്നു. ഈ സിനിമകളും വലിയൊരു വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ വടകരക്കാരുടെ ഒരു സംസ്ഥാന സമ്മേളനമാണോ ഇവിടെ നടക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ തോന്നിപ്പോവും. കാരണം സിനിമാക്കാർ വളരെ കുറവാണ്, കൂടുതലും വടകരക്കാരാണ്. ഏതായാലും എല്ലാ വടകരക്കാർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് വടകരക്കാരനായ മുഹമ്മദിൻ്റെ നാട്ടുകാർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ആക്ച്വലി കുറച്ച് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏത് സിനിമ ആ ചോദ്യങ്ങൾക്കൊരു വിരാമം ഇട്ടത് മാസ്റ്റർ പീസാണ്. അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് അജയേട്ടനോട് തന്നെയാണ്. ഓർമ്മാക്കാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ 3 ചിത്രങ്ങളും പിന്നെ ശ്യാമങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ പഠിച്ച ഞങ്ങൾ പണ്ടോട്ടെ ഫാമിലി ഫ്രണ്ട്സും ഭയങ്കര അടുപ്പമുള്ളതാണ്. അപ്പോൾ ശ്യാമങ്ങളുടെ സിനിമയ്ക്കും 3 ചിത്രങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അശ്വതിക്ക് കളക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. കാരണം അശ്വതി ഞങ്ങളുടെ നാട്ടുകാരാണ്. ദുബായിലെ ഫാമിലി ഇവിടെ വന്ന് വർക്ക് ചെയ്തിട്ട് അവിടെ പൈസ സമ്പാദിക്കുന്ന ഒരു ദുബായിക്കാരത്തിയാണ്. സാധാരണ ഇവിടെ എല്ലാവരും ദുബായിൽ പോയിട്ടാണ് പൈസ ഉണ്ടാക്കി വീട്ടിൽ വരിക. അശ്വതി ഇവിടുന്ന് പൈസ ഉണ്ടാക്കി ദുബായിൽ പോയി. അതാണ് അശ്വതിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഞാൻ വേറെ മനുഷ്യർക്ക് കമ്പനിയിൽ ദുബായിൽ വെച്ചിട്ട് അങ്ങനെ കുറച്ച് ചീത്ത പറഞ്ഞു. അത് ഒന്നുകൂടി ചീത്ത പറഞ്ഞിട്ടാണ്. എന്തായാലും നമ്മുടെ അജയ് വാസുദേവ് മാസ്റ്റർ പീസിന് ശേഷം നമ്മുടെ CH മുഹമ്മദിന്റെ റോയൽ സിനിമാസ് 3 പടമാണ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. 2 പടം അനൗൺസും ഒരു ഡിസ്ട്രിബ്യൂഷനും. പക്ഷേ എന്താ പറയുക, ത്രിമൂർത്തികൾ തന്നെ 3 പടം അനൗൺസ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോഴത്തെ പടങ്ങളൊക്കെ വിജയിക്കുന്നത് അല്ലാതെ സൂപ്പർ ഹിറ്റ് ഡബിൾ ഹിറ്റ് ആവുന്നല്ല. 50 CR 100 CR 150 CR 200 CR തള്ളി എന്നിട്ട് കേക്ക് തന്നെയാണ് എല്ലാവരും കിട്ടിയത്. അപ്പൊ എന്തായാലും അജയ് ഭാസ്കരന്റെ പടം 100 CRക്ക് വരട്ടെ എന്ന് അല്ല ആൾക്കാർ തള്ളണല്ലേ, എപ്പോഴും തള്ളണല്ലോ. അപ്പൊ എന്തായാലും അജയ് ഭാസ്കരന്റെ മാസ്റ്റർ പീസിന് ശേഷം ഈ CH മോഹന്റെ പടത്തിന് പേരിട്ടിട്ടില്ല. എന്തായാലും ആർട്ടിസ്റ്റായാലും എന്തായാലും മാസ് പടം തന്നെ ആവും. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ പടത്തിലെ ഒരു സീരിയൽ അഭിനയിച്ചിട്ടുണ്ട് മാസ്റ്റർ പീസിൽ ഒരു നിർമ്മാതാവായി, അല്ല ഷൈലോക്കിൽ. അപ്പൊ ഇനിയും എന്നെ ഒരു ആർട്ടിസ്റ്റിലേക്ക് ഉയർത്താൻ അജയ് ഭാസ്കറിന് സാധിക്കട്ടെ. CH മോഹന്റെ സംരംഭം അതുപോലെ തന്നെ സൽമാൻ പെർഫ്യൂംസ് ഞാൻ കേട്ടിട്ടുണ്ട്, ഷർട്ടിലൊക്കെ അടിക്കാറുണ്ട്. എന്തായാലും എല്ലാവർക്കും ത്രിമൂർത്തികൾക്ക് വളരെയധികം വിജയം വരട്ടെ. എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. സിനിമകൾക്ക് എല്ലാം തിയേറ്ററിൽ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇനി വരുന്നതിനുള്ള എല്ലാ പടങ്ങളിലും പ്രീ പ്രൊഡക്ഷൻ പോസ്റ്റാണെങ്കിൽ എത്രയും പെട്ടെന്ന് വന്ന് നമ്മുടെ ഇൻഡസ്ട്രി എത്രയും പെട്ടെന്ന് ലൈവ് ആവാനും പിന്നെ ഇന്ന് തുടങ്ങുന്ന സിനിമകളുടെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ പടങ്ങളും വലിയ വിജയമാണ്. ഓൾ ദി ബെസ്റ്റ്.
പ്ലീസ് നമ്മുടെ വളരെ പ്രിയപ്പെട്ട ഒരു താരം ഇവിടെ എല്ലാവർക്കും നമസ്കാരം. ഈ കൊറോണ സമയത്ത് ഇത്രയും വലിയൊരു പടത്തിൻ്റെ പൂജ, ഇത്രയും വലിയൊരു ഫംഗ്ഷനായിട്ട് നടക്കുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. സന്തോഷം. എനിക്ക് ഒരു ജീവശ്വാസം പോലെ തന്ന രാജാതിരാജായി തന്ന അജയുടെ ഒരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന് അറിയുന്നത് ജീവിതത്തിലെ സ്വന്തം കാര്യമാണ്. ഏറ്റവും ഭംഗിയായിട്ട് പറയട്ടെ, കുട്ടികൾക്ക് ആവശ്യം പോലെ കാശെടുത്ത് സന്തോഷം, ഒരുപാട് സന്തോഷം വിളിച്ചതിൽ വരാൻ പറ്റും. താങ്ക് യു. സഞ്ജു ചോറാണോ? ആരെ